ഇനിയത്തെ കാലാണെന്ന് വെച്ചാൽ പോരാട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും കാലമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിലുള്ളതാണ്. അത്തരം പോരാട്ടങ്ങളൊക്കെ കാത്തിരിക്കുക നമ്മൾ. അങ്ങനെ ഓരോന്ന് വരുമ്പോഴും ഓരോരോ കുനൂത്ത് നമ്മൾ പാസ്സാക്കി കഴിഞ്ഞ് കുനൂത്ത് എന്നും നടത്താനേ ഇടണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ അതിൻ്റേതായ നയപരിപാടികളുമായി പോകുന്നത്. ഇതിൽ പ്രാർത്ഥിക്കുന്നതിനോട് വെറുപ്പുണ്ടായിട്ടോ മറ്റൊന്നുമല്ല. നമസ്കാരത്തിൽ പല മസലകളും വരും, ഖുനൂത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴും പല മസലകളും വരും. അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഈ പല അർത്ഥത്തിലും പല നിലയിലും പലതും ചെയ്തെന്ന് വരും. കാരണം അമേരിക്കക്ക് ഇതിൽ ദ്വാരക്കാനോ ഇസ്രായേലിന് ഇതിൽ ദ്വാരക്കാനോ ഒക്കെ കിട്ടിയ ചാൻസ് ആയത് ഓരോരുത്തരൊക്കെ ദ്വാരക്കാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെയാ പറയാമെന്നും പറയാൻ കഴിയില്ല. അറബിനിങ്ങനെ ഈ ഭാരത്തിൻ്റെ കാക്കിട്ടുള്ള പോലെ അള്ളഹാനോട് ദ്വാരക്കുമ്പോൾ ആയിക്കൂടെ ഒരു മൈക്കും വെച്ചുകൊണ്ടേക്കാർ ആ മൈക്ക് കൂടെ ജഹ്റായിട്ടാണുള്ളത് ഓതും ചെയ്യുക. അപ്പോൾ ജഹ്റായിട്ട് ഓതുക, രണ്ട് ശരിയായ നിസ്കാരത്തിനും ജഹ്റായിട്ടാണ് നിസ്കാരത്തിൻ്റെ കുനൂത്ത് ഓതുക. അപ്പോൾ അത് ജഹ്റായിട്ട് ഓതാൻ ചാൻസ് കിട്ടിയാൽ നമ്മളെ മൂല്യന്മാർ പിന്നെ അതൊരു പരിപാടിയാക്കിയിട്ട് മാറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ശല്യങ്ങളൊക്കെ ഇതിൽ വരാനിടയുണ്ട്. ഇതുകൊണ്ടാകാം മറ്റ് സംഘങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ മാത്രമൊന്നുമല്ലല്ലോ, വേറെ സംഘങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞവരങ്ങനെ നിർവഹിച്ചു കൊള്ളട്ടെ, അവരെ അനുസരിക്കുന്നത് നിർവഹിച്ചിട്ടല്ലേ. നമ്മുടെ മഹല്ലുകളിലൊന്നും നമ്മളങ്ങനെ പാസ്സാക്കിയിട്ടില്ല. അത് പല ദുരിതങ്ങളും വരുമെന്ന് കരുതിയിട്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമല്ല. ചെയ്യുന്നത് അനവരീതീയമല്ല എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ പലതരത്തിലുള്ള നാശങ്ങൾ ഇതുകൊണ്ടൊക്കെ വരാനിടയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഒരു ആഹ്വാനമൊക്കെ നടത്താത്തത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ആഹ്വാനം നടത്തേണ്ട ഒരു കാര്യമായി അത് കൂട്ടേണ്ടതുമില്ല.